നമ്മുടെ എൻ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറ് വളരെ കുപിതനാണ്. അദ്ദേഹത്തിന്റെ കോപം ഇപ്പോൾ ജ്വലിച്ചു നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയോടാണ്. സത്യത്തിൽ സുകുമാരൻ നായർ സതീശൻ മേനോൻ എന്ന് പേരുള്ള ഒരു വ്യക്തിയോട് ഇങ്ങനെ കോപിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. നായന്മാരെ സേവിക്കാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. അങ്ങനെയാണ് നായർ സർവീസ് എന്ന പേര് സ്ഥാപനത്തിലുണ്ടായത്. പക്ഷേ ദാമോദര മേനോൻ്റെ മകൻ വി.ഡി. സതീശനോട് അദ്ദേഹത്തിന് കടുത്ത വിരോധമാണ്. നല്ല നായന്മാരോട് വിരോധം അദ്ദേഹത്തിനില്ല. പക്ഷേ വി.ഡി. സതീശൻ വേണ്ടത്ര തികഞ്ഞ നേരല്ല എന്നുള്ളൊരു ബോധം കൊണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹം മഹാധിക്കാരിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് ധിക്കാരി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം എൻ.എസ്.എസ് ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ടെലിഫോൺ സന്ദേശം പോയി. അതായത് സുകുമാരൻ നായർ സാറിന് മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം, ചില മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുള്ള സമയം അനുവദിക്കണം. പക്ഷെ മുഖ്യമന്ത്രി ആ സമയത്ത് അനുവദിച്ചില്ല. കാരണം ഒരുപാട് തിരക്കുകളുള്ളതാണ്. പുതിയ മന്ത്രിസഭ രൂപീകരിച്ച സമയമാണ്. ബജറ്റ് മാറ്റി എഴുതണം. നിരവധി പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ, പദവികൾ കൊടുക്കണം, പുതിയ അപ്പോയിൻമെൻറ്റുകൾ നടത്തണം, ഒരുപാട് തിരക്കുകൾ. അതുകൊണ്ട് എൻ.എസ്.എസിന് പ്രത്യേകമായ സമയം കൊടുത്തില്ല. മെമ്മോറാണ്ടം സ്വീകരിക്കാനുള്ള സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അത് അവിടെ കൊടുത്താൽ മതി. മെമ്മോറാണ്ടം സ്വീകരിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംഭാഷണം, ചായ കൂടി തുടങ്ങിയ സംഗതികൾക്ക് ഇപ്പോൾ സമയമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹം ധിക്കാരിയാണ് എന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു. എൻ.എസ്.എസ് ഡയറക്ടർ ബോർഡിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. സത്യത്തിൽ സുകുമാരൻ നായർ പലപ്പോഴും കാണിക്കുന്ന ചില രീതികൾ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരാദ്യം ഒന്ന് എന്താ പറയുക, ഈ ജയിലുകളിൽ പോകുന്ന സമയത്ത് ഒരു നടയടി സമ്പ്രദായമുണ്ട്. ജയിലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നടുമ്പുറത്ത് 2 വീക്ക് വീശും. അങ്ങനെ ആളെ കൊന്ന് പദം വരുത്തിയതിന് ശേഷമാണ് ജയിലിലേക്ക് സ്വീകരിക്കുക. അതേമാതിരി കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ, അത് സ്വന്തം സമുദായമായാലും ശരി അന്യ സമുദായമായാലും ശരി, അവരൊരു നടയടിക്ക് വിധേയമാക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് മുമ്പുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു നടയടി പ്രയോഗിച്ചത് ഇതേപോലെ തന്നെ കരുത്തനായിട്ടുള്ള മറ്റൊരു പ്രമുഖ നായരെയായിരുന്നു. അദ്ദേഹം തരൂർ സ്വരൂപം എന്ന് പറയുന്ന രാജകുടുംബത്തിൽ വന്ന ശശി തരൂർ എന്ന് പറയുന്ന ആളാണ്. ഐക്യരാഷ്ട്രസഭയിൽ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിച്ച ആളാണ്. വലിയ യോഗ്യനാണ്, നോവലിസ്റ്റാണ്, കഥാകൃത്താണ്, എഴുത്തുകാരനാണ്, ബുദ്ധിജീവിയാണ്, പ്രഭാഷകനാണ്. എന്ന് വെച്ചാൽ ശശി തരൂരിന് ഇല്ലാത്ത തൂവലുകളില്ല. അങ്ങനെയുള്ള ശശി തരൂര് എൻ.എസ്.എസിന് അങ്ങനെ അങ്ങോട്ട് പിടിച്ചില്ല. നായർ പറഞ്ഞു, ഇദ്ദേഹം ശരിയല്ലല്ലോ, അദ്ദേഹം കേരളത്തിന് പറ്റിയ ഒരു കേരളീയ നായരൊന്നുമില്ല, അദ്ദേഹം ഡൽഹി നായർ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് തള്ളിക്കളഞ്ഞു. ശശി തരൂർ തങ്ങ് തള്ളി. ശശി തരൂർ ഡൽഹിയിൽ മന്ത്രിയായി, പാർലമെന്റിൽ വലിയ സെലിബ്രിറ്റിയായി, ആഗോളതലത്തിൽ തന്നെ പ്രശസ്തനായി, ഇന്ത്യയുടെ ഏറ്റവും വലിയ നയരൂപീകരണ വിദഗ്ധനായി, അങ്ങനെ തിളങ്ങുന്ന സമയത്ത് അവസാനം സുകുമാരൻ നായർക്ക് തോന്നി ശശി തരൂരിനെ വിട്ടുകഴിഞ്ഞാൽ സംഗതി മോശമാകും. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് ആസ്ഥാനത്തിരുത്തി അദ്ദേഹത്തെ അലങ്കൃത പദവിയിലിരുത്തി. അപ്പോൾ പറഞ്ഞു, അത് പഴയ കഥ, ഇപ്പോൾ അദ്ദേഹം ഡൽഹി നായരല്ല, നമ്മുടെ സ്വന്തം നായരായി മാറി. അങ്ങനെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സത്യത്തിൽ പലരെയും അനാവശ്യമായിട്ട് ഒന്ന് ചൂന്നു നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു പരിപാടിയുടെ ഇരയായി പോയൊരു മനുഷ്യനാണ് നമ്മുടെ രമേശ് ചെന്നിത്തല. അദ്ദേഹം അരിപ്പാട്ടുകാരനാണ്, നല്ല നായർ തറവാട്ടിൽ ജനിച്ച ആളാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നതിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മോഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം KPCC അധ്യക്ഷൻ നിലയിൽ മാറി. ആ സമയത്ത് സുകുമാരൻ നായർ താക്കോൽ സ്ഥാനം തന്നെ വേണം, അതായത് ഞങ്ങളുടെ ആൾക്ക്, സമുദായത്തിലെ അംഗത്തിന് താക്കോൽ സ്ഥാനം തന്നെ വേണം. ഉമ്മൻചാണ്ടി കുഴപ്പത്തിലായി. കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ കൊണ്ടുവരേണ്ട ഒരു സന്ദർഭമായിരുന്നു അത്. പലവിധ പ്രശ്നങ്ങൾ ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ താക്കോൽ സ്ഥാനം എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രി സ്ഥാനം കൊടുത്ത് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് അതൊരു മഹാകണ്ഠകോടാലിയായി. കാരണം താക്കോൽ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ വാങ്ങിച്ചു കൊടുത്ത ഒരു സംഗതിയാണ് ഈ ആഭ്യന്തര വകുപ്പ് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പലരും തെറ്റിദ്ധരിച്ചത്. രമേശിന് സത്യത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയിൽ മുഖ്യമന്ത്രിയായുള്ള യോഗ്യതയുള്ള ആളാണ്.
എത്രയോ കാലങ്ങളായി അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. ദേശീയ തലത്തിൽ വളരെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിന് എന്നും മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോ ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന മുൾക്കിരീടം അദ്ദേഹത്തിന് തലയിൽ വെച്ചു കൊടുത്തത് സുകുമാരൻ നായർ പറഞ്ഞിട്ടാണ് എന്നൊരു ധാരണ പരന്നതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് താഴോട്ട് പോയി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല കേരളത്തെ നയിച്ചു. പിണറായി വിജയൻ സർക്കാരിൻ്റെ 5 വർഷം പൂർത്തിയായതിനു ശേഷം തീർച്ചയായും UDF വരും എന്ന് വിചാരിച്ച തെരഞ്ഞെടുപ്പാണ്. രമേശ് ചെന്നിത്തല മുന്നിൽ നിന്ന് നയിച്ചു. ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റുപോയി. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള ചാൻസ് പോയി. അതിനുശേഷം ഇത്തവണ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ശ്രമം നടത്തി. അതിനുവേണ്ടിയുള്ള പലവിധ നീക്കങ്ങൾ നടത്തി. ഹൈക്കമാൻഡിൽ ധാരാളം സമ്മർദ്ദങ്ങൾ ചെലുത്തി. പക്ഷേ അവസാനം നറുക്ക് വീണത് VD സതീശൻ. എന്തുകൊണ്ട്? തലേന്ന് വൈകുന്നേരം ഹൈക്കമാൻഡ് ഈ കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ നോക്കുന്ന സമയത്ത് വൈകുന്നേരം 7 മണിക്ക് സുകുമാരൻ നായർ ഒരു പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു സതീശൻ മഹാമോശക്കാരനാണ്, ഒരു കാരണവശാലും സതീശനെ മുഖ്യമന്ത്രി ആക്കരുത് എന്നൊരു പത്രസമ്മേളനം നടത്തി. അതോടുകൂടി ഹൈക്കമാൻഡ് തീരുമാനിച്ചു സതീശൻ തന്നെ മുഖ്യമന്ത്രി. അങ്ങനെ രമേശിൻ്റെ ചാൻസും പോയി, KC വേണുഗോപാലിൻ്റെ ചാൻസും പോയി, VD സതീശൻ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ തീർച്ചയായും സുകുമാരൻ നായർ സതീശൻ മഹാധിക്കാരിയാണ്, മോശക്കാരനാണ് എന്നും വീണ്ടും പരസ്യമായി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ, കേരള ചരിത്രം അറിയുന്ന ആളുകൾ, NSSൻ്റെ ചരിത്രം കൂടി അറിയുന്ന ആളുകൾ, വിമോചന സമരത്തിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾ, അവരൊക്കെ തന്നെ തീർച്ചയായും VD സതീശനെ കുറെ കൂടി ധിക്കാരിയല്ല ആയിട്ട് നായരുടെ പ്രഖ്യാപനമല്ല, നേരെ മറിച്ച് കരുത്തനായ, നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുന്ന, നോ എന്ന് പറയാൻ ശേഷിയുള്ള ഒരു സമുദായ നേതാവിൻ്റെയും മുമ്പിൽ വാലും മടക്കി നിൽക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് സതീശൻ എന്ന ഒരു ധാരണയിലേക്ക് തീർച്ചയായും NSS ജനറൽ സെക്രട്ടറി പ്രസ്താവന നയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ മാതിരി ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ എതിർപ്പ് പലപ്പോഴും ആ എതിർപ്പ് നേരിടുന്ന ആളുകൾക്ക് ഗുണമായിട്ട് ഭവിക്കാറാണ് പതിവ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ മാതിരി പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ള സത്യം NSS ജനറൽ സെക്രട്ടറി ഒരുപക്ഷെ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിനും കേരളത്തിനും നല്ലതായിരിക്കും.